മുൻ IAS ഉദ്യോഗസ്ഥൻ ബിജു പ്രഭാകറിന്റെ പുസ്തക പ്രകാശന വേദിയിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച മുൻ IAS IPS ഉദ്യോഗസ്ഥർ. വൈദ്യുതി പ്രതിസന്ധിയിൽ സർക്കാരിന്റെ വാദം തെറ്റാണെന്ന് ബിജു പ്രഭാകർ പറഞ്ഞു. അഴിമതിക്കായി ഉദ്യോഗസ്ഥ രാഷ്ട്രീയ അവിഹിത കൂട്ടുകെട്ടുണ്ടെന്നാണ് മുൻ DGP A ഹേമചന്ദ്രന്റെ പ്രതികരണം. കേരളത്തിൽ നടക്കുന്നത് കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള അഴിമതിയെന്ന് സസ്പെൻഷനിൽ തുടരുന്ന പ്രശാന്ത് നായർ IAS വിമർശിച്ചു. പ്രകാശനത്തിന് മുമ്പ് തന്നെ ഏറെ ചർച്ചയായ മുൻ IAS ഉദ്യോഗസ്ഥൻ ബിജു പ്രഭാകറിന്റെ നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ പുസ്തകത്തിന്റെ പ്രകാശന വേളയിലാണ് വിമർശനങ്ങൾ ഉയർന്നത്. വേദിയിൽ വെച്ച് സർക്കാരിന്റെ അവകാശവാദങ്ങളെ ശക്തമായി എതിർത്ത ബിജു പ്രഭാകർ കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണമില്ലായിരുന്നുവെന്നത് തെറ്റായ പ്രചാരണമാണെന്ന് വേദിയിൽ തുറന്നടിച്ചു. ഇന്ന് എനിക്ക് താല്പര്യമുള്ള പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ്. കാരണം വെച്ചാൽ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ 51 വെട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു പാർട്ടി എന്നുള്ള നിലയിലും പിന്നെ ആവശ്യമില്ലാത്ത വർണ്ണവെറിയൊന്നും ഇല്ലാത്ത പാർട്ടി എന്നുള്ള നിലയിൽ എനിക്ക് രാഷ്ട്രീയത്തിൽ പോകണമെന്ന് യാതൊരു താല്പര്യമില്ല. പോകാനായിരുന്നു ഇപ്പം കായംകുളത്ത് ഇതുപോലെ ഒരു നല്ല ഒരു വേവ് ഉണ്ടാകുമെന്നൊക്കെ പറയുന്ന ഒരു സമയത്ത് നിൽക്കാമായിരുന്നു. ഞാൻ സജസ്റ്റ് ചെയ്തു, ലിജുവിനാണെന്നെ സീറ്റില്ല, ഞാൻ വന്ന് ക്യാമ്പയിൻ ചെയ്തോളാം. അതുപോലെ തന്നെ ശബരി എന്ന് പറഞ്ഞ എൻ്റെ അനിയനാണ്, അയക്ക് വേണ്ടി വന്ന് ഞാൻ ക്യാമ്പയിൻ ചെയ്തോളാം. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ടിരുന്നാണ്. എൻ്റെ അടുത്ത് ട്രാൻസ്മിഷൻ ഡയറക്ടർ വന്നിട്ട് ചോദിക്കും, സാറേ ഇന്ന് വൈദ്യുതിയുടെ ഷോർട്ടേജ് ഉണ്ട്, എന്ത് ചെയ്യണം? ആരും അറിയാത്ത രീതിയിൽ നമുക്ക് ലോഡ് ഷെഡ് ചെയ്യാം. ഞാൻ എത്രയോ പ്രാവശ്യം ഈ വേനൽക്കാലത്തും അല്ലാതെയും ചെയ്തിട്ടുണ്ട്. ഈ 10 വർഷമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ളൊരു നറേറ്റീവാണ്. ഇപ്പോൾ അഴിമതിക്കായി ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തലങ്ങളിൽ അവിഹിത കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നുവെന്ന് മുൻ DGP A ഹേമചന്ദ്രൻ ആരോപിച്ചു. കേരളീയ സമൂഹത്തിൽ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അത് വളരെ മാറിയിട്ടുണ്ട്. കാരണം എല്ലാ അഴിമതിയും സംഭവിക്കുന്നത് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അവിഹിത ബന്ധത്തിലൂടെയാണ്. കാലക്രമേണ കൂട്ടായ്മ വളരെ വലുതായപ്പോൾ ഈ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ ഒറ്റപ്പെട്ടു പോകുന്ന ഈ അകത്ത് ചില്ലറ പ്രശ്നങ്ങളിലൊക്കെ പേരിലൊക്കെ ഒഴിവാക്കപ്പെടുന്ന കാലഘട്ടത്തിലോട്ടൊക്കെ നമ്മൾ എത്തുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗമായ ഉദ്യോഗസ്ഥർക്ക് സംസാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു എന്നതായിരുന്നു ചടങ്ങിൽ പങ്കെടുത്ത സസ്പെൻഷനിലുള്ള പ്രശാന്ത് നായർ IASന്റെ പ്രധാന ആരോപണം. ഈ പറഞ്ഞിട്ട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം സർക്കാർ മേഖലയിലുള്ള ഉദ്യോഗസ്ഥർക്ക് കിട്ടണം എന്നുള്ളതും അവർ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വിസിൽ ബ്ലോവേഴ്സ് ആക്ട് ഉൾപ്പെടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വലിയൊരു മാറ്റം കേരളത്തിൽ സാധ്യമാണ്. നിരാശയൊന്നും തോന്നേണ്ട കാര്യമൊന്നും ഇല്ല. ഇതിനകത്ത് ഓരോന്നും ഒരു നല്ല മാറ്റത്തിന് വേണ്ടിയുള്ള കുറ്റവും കുറച്ചും ഒക്കെ കാണും. ഇതിനകത്ത് യോജിക്കാൻ പറ്റാത്തതുണ്ടാവും, ചിലർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, ഒക്കെ ശരിയാണ്. പക്ഷേ അതൊന്നുമല്ല നമ്മൾ ഇതിനകത്ത് കാണേണ്ടത് ഒരു അവസരമാണ്. റവന്യൂ, പൊതുമരാമത്ത്, ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ നിർണായക വകുപ്പുകളിൽ ചുമതല വഹിച്ചിരുന്ന മുൻ IAS ഉദ്യോഗസ്ഥനാണ് ബിജു പ്രഭാകർ. താൻ നേർസാക്ഷ്യം വഹിച്ച കൊള്ളകളും അട്ടിമറികളും വെളിപ്പെടുത്തുന്നുവെന്ന നിലയിൽ പ്രകാശനത്തിന് മുമ്പ് തന്നെ പുസ്തകം ചർച്ചയായിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.